ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇത്തവണത്തെ ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പൊ എല്ലാവരും പെരുന്നാളൊക്കെ മാഷാഅല്ലാഹ് റാത്തായിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചൂടുണ്ടെന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ പെരുന്നാളിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ മുതൽ പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞ് മാസം കണ്ട് പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അരിയൊക്കെ ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ഇക്കയും കൂടെ ഒന്ന് ടൗണിലേക്ക് പോകാൻ ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് പർച്ചേസ് ആണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ അരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ തന്നെ ഈ രസം സ്ട്രീറ്റിൽ ഇക്കന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് മെയിനായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്ന ചെരുപ്പായിരുന്നു. അപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങള് വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റ് ഒന്നും ആയിട്ടില്ല, വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ടൗണിൽ. അങ്ങനെ നമ്മള് ചെരുപ്പ് വാങ്ങി പിന്നെ നേരെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഒരു 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പൊ അവിടുന്ന് അതും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായിരുന്നത്. കുറേ സമയം അടുത്തുള്ള പർച്ചേസ് അല്ല കേട്ടോ, എന്താ ഒരു ലാസ്റ്റ് മൊമെന്റിലുള്ള ഒരു കുട്ടി പർച്ചേസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ വേഗം സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട്, നാളത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട്. മിക്കൊന്നും ഇന്ന് ഉറങ്ങിയെന്നല്ല കേട്ടോ. ഒക്കെ ഇന്നിപ്പം നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞൊക്കെ തിരിച്ച് ഇനി പോകും കേട്ടോ. ഞാനും പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിലെത്തിയ പാടുന്നത് നമ്മളെ രാവിലെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വരുമ്പോഴേക്ക് തന്നെ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കി അതിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എത്തിയ പാടുന്നത് ഇനി സ്നാക്സിനുള്ള നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇനി വേഗം സ്നാക്സിന്റെ മസാല, നമ്മളെ ഫില്ലിങ്ങിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇതാ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിന്റെ മസാലയൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചോറ് ഊറ്റിയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ ബിരിയാണി വെക്കുക. എൻ്റെ വീട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല വഴറ്റിയിട്ട് അതിലേക്ക് ആണ് കേട്ടോ നമ്മൾ ചോറിടുക. 2 വീട്ടിലും 2 രീതിയിലാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നാക്സിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി സ്നാക്സിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇറച്ചിപ്പത്തിരിയിലേക്കും സമൂസയിലേക്കും വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 ഗ്യാസിലായിട്ട് നമ്മൾ സ്നാക്സിനുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സ്നാക്സിന്റെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയതിനു ശേഷം ഞാനത് ഇനി ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് ക്ലീൻ ആക്കി ഇടാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിനുവേണ്ടി ഞാൻ എൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് അടിച്ച് വാരി തുടച്ചൊന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ ഇനി താഴെ ഇറങ്ങിയിട്ട് താഴത്തും ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയിടാം. കാരണം രാവിലെ നമുക്ക് നിസ്കരിക്കാൻ പോകാൻ നേരത്തെ പോകേണ്ടതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വീട് ഇങ്ങനെ വൃത്തിയില്ലാതായിട്ട് കാണണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അധിക പെരുന്നാളിനും ഇങ്ങനെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ വീട് ക്ലീൻ ആക്കിയിടുക. അങ്ങനെ ആകുമ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയി കിടക്കും, വീട് നല്ല നീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് രാത്രിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യല്. അപ്പൊ ഞാൻ മുകളിലൊക്കെ അടിച്ചു വാരി തുടച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നപ്പോഴേക്ക് ഉമ്മ താഴ്ത്തത പത്തിരി പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ നമ്മൾ നിസ്കാരത്തിന് മുമ്പ് സ്നാക്സും ചായയും കുടിച്ചിട്ട് നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉമ്മ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കട്ട്ലറ്റിനുള്ള ഫില്ലിങ്ങും സമൂസയ്ക്കും ഇറച്ചിപ്പത്തിരിക്കുള്ള ഫില്ലിങ്ങും ഞാനിത് അവിടെ 2 പാത്രത്തിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ ഇങ്ങനെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മുകളിലൊക്കെ ക്ലീൻ ആക്കി അടിച്ചു വാരി തുടച്ച് വന്നിന് താഴെ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ ബിരിയാണിയിലേക്കും സ്നാക്സിലേക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളെ ഡൈനിങ് ഹാളും നമ്മുടെ വീട് ഫുള്ള് എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ
അങ്ങനെ ഇനി ഞാൻ താഴത്തു നിന്ന് അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ വേണ്ടി റൂമിലെത്തിയപ്പം റൂമിൽ ഇതിങ്ങനെ നമ്മൾ അലക്കിയതൊക്കെ ഒരുപാട് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ അലക്കിയത് മുഴുവൻ എടുത്തിട്ട് ഇനി ഒന്ന് മടക്കി ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇനി വേഗം ഒന്ന് താഴെയും കൂടി ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കിയിട്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഏകദേശം നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സ്നാക്സിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി രാവിലെ എണീറ്റിട്ട് ബാക്കി വേഗം കുക്കാക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇത് ഏകദേശം ഒരു 2 മണിയായപ്പോൾ ഞാനും ഉമ്മയൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഒരു പുലർച്ചെ 5 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ തക്ബീറൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇനിതാ നമ്മളിനി ബാക്കി പ്രിപ്പറേഷൻ പരിപാടികളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സ്നാക്സിനുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ കുഴച്ച് പരത്തിയിട്ട് വേണം നമ്മൾ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സമൂസ ഇറച്ചി പത്തിരി മൈദ കുഴച്ച് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ കട്ട്ലറ്റും ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി ഇതാ മൈദ അവിടെ കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പത്തിരി പരത്തുന്ന പോലെ പരത്തി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ സമൂസ ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സമൂസയും ഇറച്ചിപ്പത്തിരിയൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കാണണം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ പോയിട്ട് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമൂസനേക്കാൾ ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു കുഞ്ഞി സമൂസയാണ് കേട്ടോ. കാണാനും കുഞ്ഞതാണ്, പിന്നെ കഴിക്കാനാണെങ്കിലും കുഞ്ഞ് സമൂസ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സമൂസയാണ്. അപ്പോൾ ഈ ഒരു സമൂസ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ സമൂസ ഞാൻ മസാല ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് സമൂസ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി അതിലും മസാല ഫില്ല് ചെയ്തിട്ട് ഇറച്ചിപ്പത്തിരി ഇത് അതേപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സമൂസയും ഇറച്ചിപ്പത്തിരിയും കട്ട്ലേറ്റുമാണ് സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ചായയും ഈ സ്നാക്സും കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പത്തിരിയും ഇറച്ചിക്കറിയാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളതും. അപ്പം അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കട്ട്ലേറ്റും സമൂസയും ഇറച്ചിപ്പത്തിരിയൊക്കെ ഞാനത് അവിടെ ഇങ്ങനെ ഷേപ്പാക്കി ഇങ്ങനെ നമ്മളെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളെ ഈ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് ഒരു 8 മണി ആകുമ്പോഴേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനും ഉമ്മയും കൂടി സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഇതാ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇക്കൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഞാനത് അവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഫ്രഷായി വന്നിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്നാക്സും ചായയും കഴിച്ചിട്ട് വേണം ഇനി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടി ഇനി താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 8 മണിക്കാണ് നിസ്കാരം. അപ്പോൾ ഒരു 7:30 7:45 ആകുമ്പോഴേക്ക് ഇറങ്ങാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം നമ്മളെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ്. അപ്പോൾ ഒരുപാട് ലേഡീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടില്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ സ്നാക്സും ചായയും കഴിക്കാൻ വേണ്ടി താഴേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഉമ്മയും വേഗം തന്നെ ചായ കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും എന്നെ ഉമ്മയും ഉപ്പയും ഇക്കാക്കി അനിയനൊക്കെ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അവർ വേഗം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും ഉമ്മ ഇതാ നിസ്കരിക്കാൻ നമ്മൾ നിസ്കാരപ്പാടൊക്കെ എടുത്തിട്ട് ഇനി അടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മാഷാഅല്ലാഹ് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അതായിരുന്നിട്ട് ഇനി നിസ്കരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടന്നെ ആദ്യം ചെയ്തത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നിസ്കാരത്തിന് പോണ മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഒന്നും എന്നോട് മറന്നുപോയി. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് ഈ ഒരു ചൂടത്ത് തണുപ്പുള്ള എന്തെങ്കിലും കൊടുക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ജ്യൂസ് അടിക്കണം എന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും മറന്നുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞ് വന്ന പാടന്നെ ജ്യൂസ് അടിച്ച് വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. നമ്മളെ പത്തിരി
ഉപ്പേരിയും ഇറച്ചിക്കറിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനിതാ ബിരിയാണിൻ്റെ ബാക്കി പരിപാടികൾ അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണിൻ്റെ മസാല മാത്രമേ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്കുള്ള ചോറ് അമ്മ ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബിരിയാണിയിലേക്കുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് സെർവ് ചെയ്യാനുള്ള ഭാഗത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇനി വേഗം തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ തേങ്ങയും നമ്മളെ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചമ്മന്തി ഞാനിതാ സെർവിങ് ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ തൈരും അച്ചാറൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ആയിക്കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ നമ്മളെന്താ പറയുക വേറെ വേറെ പാത്രത്തിലാക്കി കഴിയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെർവിങ് ബൗളിലേക്ക് തന്നെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മളെ ഈ സൈഡ് ഡിഷസ് ഒക്കെ ബാക്കിയുള്ളതും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളൊക്കെ എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണിയായി, ബിരിയാണിയിലേക്കുള്ള സൈഡ് ഡിഷസ് ആയി, എല്ലാം സെറ്റായി. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഒന്നുകൂടെ വീടൊന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു. കാരണം പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വീട്ടിൽ ചെറുതായിട്ട് അതേപോലെ പൊടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഉമ്മദാ ബിരിയാണി ഇവിടെ ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നന്നായിട്ട് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം നമ്മളെ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് കുടിച്ചു, ഞാനും ഉമ്മയും ഇപ്പയൊക്കെ. നമ്മൾ ജ്യൂസ് കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ എല്ലാവരും ഒന്ന് കിടന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ രാത്രി വെറും 2-3 മണിക്കൂറല്ലേ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ജ്യൂസും കുടിച്ചിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേഗം കിടന്നിട്ട് വേഗം എണീക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങാൻ കിടന്നിട്ട് പിന്നെ എണീക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ എണീറ്റ് വന്ന് പിന്നെ ആണ് കേട്ടോ ലഞ്ച് കഴിക്കണത്. ഞാനും ഒക്കെയാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ലേറ്റ് ആയിട്ട് എണീറ്റാലും നമുക്ക് ലഞ്ചിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാനും ഒക്കെയും കൂടി ഇരുന്നിട്ട് നമ്മളെ ബിരിയാണി കഴിക്കുകയാണ്. ഉമ്മ ഇപ്പം അനിയനൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ആയി പോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ബിരിയാണി വെച്ച് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ